നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സ്പേസ് അല്ലെങ്കിൽ ഇടം എന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നും ഒപ്പം ഈ ഒരു ഇടം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതുമാണ് ഉദ്ദേശം. സ്പേസ് അല്ലെങ്കിൽ ഇടം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പ്രിയപ്പെട്ട ചില ഇടങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ഇടം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാല്യം ചെലവഴിച്ച നമ്മുടെ സ്വന്തം വീട്. അത് ഏറെ പ്രിയപ്പെട്ടതാണ് നമുക്ക്. നമ്മൾ ഭയങ്കര ഇമോഷണലാവും അത്തരം കാര്യങ്ങൾ ഓർക്കുമ്പോൾ, ബാല്യം ഓർക്കുമ്പോൾ. നമ്മുടെ സ്കൂളുകൾ അതൊരു ഇടമാണ്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഓർമ്മകൾ തന്ന ചില ഇടങ്ങളാണ് ഈ സ്കൂളും വീടും എന്നൊക്കെ പറയുന്നത്. പിന്നീട് കോളേജ്, ജോലി ചെയ്യുന്ന ഇടം, ആദ്യമായിട്ടൊരു സുഹൃത്തിനെ കണ്ടെത്തിയ ഇടം. ഇടങ്ങൾ സ്ഥലങ്ങളാവണോ നിർബന്ധമില്ല. അതൊരു പക്ഷേ 1, 2, 3 പേരുടെ കമ്പനിയുമാവാം. അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളൂടെ വന്നാൽ അതെൻ്റെ ഒരു ഇടമാണ്, എൻ്റെ മനസ്സ് തുറക്കാൻ പറ്റിയ ഒരു ഇടം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, മനുഷ്യന്മാരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സപ്പോർട്ടീവായിട്ടുള്ള, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളുണ്ടെങ്കിലേ ഒരു മനുഷ്യന് വളരാനും തെളിയാനും കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല മനുഷ്യർ വന്ന് നമ്മുടെ ഇടങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിൽ ജീവിക്കാൻ പഠിപ്പിച്ചത്, ചിന്തിക്കാൻ പഠിപ്പിച്ച മനുഷ്യർ, അവരൊക്കെ വന്നു ചേരുമ്പോൾ ആ മനുഷ്യരും നമ്മളും കൂടെ ചേർന്നുണ്ടാക്കുന്ന ഒരു ഇടമുണ്ട്. ആ സപ്പോർട്ടീവ് ഇടങ്ങളാണ് നമ്മളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ എനിക്കേറെ പ്രിയപ്പെട്ട, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ള, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, എനിക്ക് പ്രിയപ്പെട്ട ഒരിടമാണ് സമത്വ ഫൗണ്ടേഷൻ. സമത്വ ഫൗണ്ടേഷൻ ഒരു സിമ്പിൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ അല്ല, സംതിങ് ബിയോണ്ട് എ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. ADHD, ഓട്ടിസം, സെറിബ്രൽ പാലസി, അത്തരത്തിലുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉള്ള അല്ലെങ്കിൽ അത്തരം സിംറ്റംസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ തെറാപ്പികൾ കൊടുക്കുന്ന ഒരിടമാണ് സമത്വ ഫൗണ്ടേഷൻ. അവർക്ക് മാത്രമല്ല, മറ്റ് ഇൻഡിവിജ്വൽസിന്, ഫാമിലികൾക്ക്, കപ്പിൾസിന് ഒക്കെ തെറാപ്പികളോ കൗൺസിലിംഗ് സെഷൻസോ ഒക്കെ കൊടുക്കുന്ന ഒരിടമാണ്. ഇത് ജെറിൻ ട്രീസ ജോസ് എന്നതിൻ്റെ ഭാര്യ, ഒപ്പം എൻ്റെ സുഹൃത്തായ അജിത് PS, ഇവർ രണ്ടുപേരും ബിഹേവിയർ തെറാപ്പിസ്റ്റും ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഈ സ്ഥാപനത്തിൻ്റെ നെടുംതൂണുകൾ എന്ന് പറയുന്നത്. എൻ്റെ ഏറെ സന്തോഷമുള്ള കാര്യം, എനിക്ക് ഇവർക്കൊപ്പം ഇവിടെ നിൽക്കാനായിട്ട് ഞാനും അവരുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നതിലാണ്. ഏറെ സന്തോഷമാണ്. പ്രിയപ്പെട്ടവരുടെ കൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ഇടം ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് സമത്വയുടെ റിസപ്ഷനാണ്. ഈ റിസപ്ഷനിൽ കുറേ നിറങ്ങളുണ്ട്, വളരെ ലൈറ്റായിട്ടുള്ള നിറങ്ങളാണ്. ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊണ്ട് ഒരു അപ്പൻ, ഒരു അമ്മ ഇവിടെ വരുമ്പോൾ, ഒരു ഇൻഡിവിജ്വൽ ഇവിടെ കയറി വരുമ്പോൾ മനസ്സ് തുറക്കാൻ പാകത്തിന് ഇത് പ്ലസൻ്റായിട്ടുള്ള, മനസ്സിന് കുളിർമ തരുന്ന, സേഫ്റ്റി ഫീൽ ചെയ്യുന്ന, സേഫായിട്ടുള്ളൊരു ഇടമായിരിക്കണം. അതിനാണ് നമ്മൾ ഇങ്ങനെ ഇതിനെ ഡിസൈൻ ചെയ്ത് കാഴ്ചയിൽ തുടങ്ങി മനസ്സിലേക്ക് കയറുന്ന രീതിയിലേക്ക് സമത്വയെ മാറ്റുക. അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു ഇടം എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരിടമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്ത സോഷ്യൽ കോൺട്രിബ്യൂഷൻസിൻ്റെ 1-2 ന്യൂസ് പേപ്പർ ക്ലിപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വാൾ ഓഫ് ഫെയിമാണിത്. ഇത് ഇനിയും കാര്യങ്ങൾ ചെയ്ത് നിറയ്ക്കണം, സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്ത് നിറയ്ക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മനുഷ്യരാണ് ഞങ്ങൾ. ഒപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റായ RCA അപ്രൂവ്ഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റും ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റുമായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ സർട്ടിഫിക്കേഷൻസ് അവിടെ കാണാം. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരിടം വളരെ വൈബ്രൻ്റ് ആയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഫ്ലാഷി അല്ല, സട്ടിലാണ്, ഒപ്പം തന്നെ വൈബ്രൻറ്റുമാണ്. അതൊരു റെയർ കോമ്പിനേഷനാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷനാണ് നമ്മളിവിടെ ട്രൈ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറാപ്പിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇടമാക്കി ഇതിനെ മാറ്റുന്നത് ഇതിൻ്റെ ഈ കളർ കോമ്പിനേഷനും, ഈ പറയുന്ന പോലെ നോക്കിയാൽ ബോൾ പൂൾ, ഇത് ഒരു തെറാപ്പിക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ തെറാപ്പികൾക്ക് വേണ്ടുന്ന ഇടമാണ്. അവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യിപ്പിക്കും കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ വരുന്നവർ. കാരണം ആ തെറാപ്പി, ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അവനവൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉള്ള, ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉള്ള കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ളൊരു ഓട്ടോണമി, ബലം അവർക്ക് കൊടുക്കുന്നതിനെയാണ് ഈ തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒക്യുപ്പേഷണൽ തെറാപ്പിയുടെ മേഖലയിൽ സെൻസറി മാറ്റുകൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കാണുന്ന സെൻസറി മാറ്റുകളാണ്, വിവിധ നിറത്തിലുള്ള സെൻസറി മാറ്റുകളാണ്. ഈ മാറ്റുകളിൽ ഓരോ കുഞ്ഞും കയറി നിൽക്കുമ്പോൾ വിവിധ തരത്തിലെ സെൻസേഷനാണ് കാലുകൾക്ക് കിട്ടുന്നത്. ആ സെൻസേഷൻ കിട്ടുക എന്നുള്ളതും അതുമായിട്ട് അനുബന്ധിച്ചൊരു ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റ് ഒരു കുഞ്ഞിൻ്റെ ബിഹേവിയറലായിട്ടുള്ള, ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് ആളുകളോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ പുറത്തു പോയാൽ ആളുകളുടെ മുഖത്ത് നോക്കി വർത്തമാനം പറയുന്നില്ല, സ്കൂളിൽ മിണ്ടാതിരിക്കുകയാണ്, എപ്പോഴും ഫോൺ കണ്ടുകൊണ്ടിരിക്കുക, ഇത്തരം ഒരുപാട് ബിഹേവിയറൽ കാര്യങ്ങൾ മാതാപിതാക്കൾ പറയാറുണ്ട്, ADHD, ഓട്ടിസം എന്നിവയ്ക്ക് പുറമെ. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ, അത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പലപ്പോഴും മാതാപിതാക്കൾക്ക് അറിയില്ല. ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊക്കെയുള്ള ശരിയായിട്ടുള്ള ഉത്തരം എന്താണെന്ന് ചില മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, എൻ്റെ കുഞ്ഞിന് ഏത് തെറാപ്പി വേണം, എന്താണ് എൻ്റെ കുഞ്ഞ് നേരിടുന്ന പ്രശ്നം, ഏത് നിലവാരത്തിലാണ് അല്ലെങ്കിൽ ഏത് സ്കെയിലിലാണ് അവൾ ഇപ്പം നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. RCA അപ്രൂവലുള്ള ഒരു പ്രൊഫഷണൽ മാത്രമേ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ അവരിപ്പോൾ എവിടെയാണെന്നും എന്ത് ഹെൽപ്പ് അവർക്ക് കിട്ടിയാലാണ് അവർക്ക് മികച്ച ആളാവാൻ പറ്റുക എന്നുള്ളതും. അപ്പോൾ അത്തരം സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു RCA അപ്രൂവ്ഡ് പ്രൊഫഷണൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വർദ്ധിപ്പിക്കുന്നത്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട് ചില ഡിപ്ലോമ ഹോൾഡേഴ്സ് പോലും ഇത്തരം അസസ്മെൻറ്റുകൾ നടത്തുക, അല്ലെങ്കിൽ ചിലയിടത്ത് അസസ്മെൻറ്റ് പോലും നടത്താതെ ഇത്തരം കാര്യങ്ങൾക്ക്, തെറാപ്പികൾക്ക് കുഞ്ഞുങ്ങളെ 2, 3, 4, 5 വർഷങ്ങളോളം തെറാപ്പികൾ ചെയ്യുക, ഒരു പ്രയോജനം ഉണ്ടാകാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ മനസ്സ് വേദനിക്കാറുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഈ ഇടം നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. സ്പീച്ച് തെറാപ്പി നമ്മൾ കേൾക്കുന്ന, ഈയിടെയായിട്ട് വളരെ കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ സ്പീച്ച് തെറാപ്പി എന്ന് പറയുന്നത്. സ്പീച്ച് തെറാപ്പി ഒരു ലേമൻസ് ലാംഗ്വേജിൽ, ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, 1 വയസ്സുള്ളപ്പോൾ ഒരു കുഞ്ഞ് പറയേണ്ട ചില വാക്കുകളുണ്ട്, 2 വയസ്സുള്ളപ്പോൾ പറയേണ്ട വാക്കുകളുണ്ട്, ചില സെൻറ്റൻസുകൾ ചേർത്തൊരു കുഞ്ഞ് പറയണം, ആളുകളുടെ മുഖത്ത് നോക്കി കോൺഫിഡൻസോടെ സംസാരിക്കണം, അല്ലെങ്കിൽ സോഷ്യൽ സ്മൈലിംഗ് വേണം. ഇതിനെയൊക്കെ നമ്മൾ മൈൽ സ്റ്റോൺസ് എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് അത് എത്തിപ്പെടാൻ പറ്റാതെ പോകുമ്പോൾ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഇതൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ, സമത്വയിലെ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ റൂമാണ്, വിവിധ തരത്തിലുള്ള ടോയ്സിലൂടെ, ഇടപെടലിലൂടെ, അതുപോലെ വിവിധ തരം ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആ കുഞ്ഞിൻ്റെ സംസാരിക്കാനുള്ള എബിലിറ്റിയെ വർദ്ധിപ്പിച്ചെടുക്കുക, ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വീണ്ടും കുറച്ചും കൂടി വേഗത്തിൽ സഞ്ചരിച്ചാൽ ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്ന, ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന ഏറെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള, പല മാതാപിതാക്കൾക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതായത് ഇത് നോക്കി സമത്വയിലെ ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പി ബിഹേവിയർ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ഒരു ഇടമാണ്. ഇവിടെ ഒരു കുഞ്ഞിനെ ഒരു തെറാപ്പിസ്റ്റ്, ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ആ കുഞ്ഞിൻ്റെ കൂടെ വളരെ ഇൻറ്റൻസായിട്ട് ആ കുഞ്ഞിന് കൊടുക്കാൻ 1 to 1, ഒരാൾ ഒരു സമയത്ത് ഒരാളെ മാത്രമാണ് ഒരു തെറാപ്പിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞ് എന്താണെന്ന് ആ തെറാപ്പിസ്റ്റ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കി ആ കുഞ്ഞിനെ, അവൻ്റെ ഒക്യുപ്പേഷണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസിനെ അവനോ അവൾക്കോ സഹായം കൊടുക്കുന്ന ആ ഇൻറ്റൻസ് കോൺവെർസേഷൻ, ആ ഇൻറ്റൻസ് ആക്ടിവിറ്റികളാണ് ഈ ഒരു സ്പേസിൽ നടക്കുന്നത്. ഒക്യുപ്പേഷണൽ തെറാപ്പിയുടെ ഒരു എക്സ്റ്റെൻഡഡ് ഭാഗം എന്ന നിലയിൽ ഇവിടെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഫങ്ഷണൽ മൂവ്മെൻറ്റ്സിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, അവരോടുന്നത്, ചാടുന്നത്, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റാണ്. ചില സന്ദർഭങ്ങളിൽ ഇന്നത്തെ ഒരു കാലഘട്ടം ഇങ്ങനെ വളരെ ടെക്നോളജിക്കലി വളരെ ഇമ്പ്രൂവ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ, ഇത്രമേൽ വേഗതയിൽ മുമ്പോട്ട് പോകുമ്പോൾ, മണ്ണിൽ ചവിട്ടാൻ മനുഷ്യർക്ക് സമയമോ ഇടമോ ഇല്ലാതെ വരുമ്പോൾ ഇത്തരം സ്പേസാണ് കുഞ്ഞുങ്ങളുടെ ഫങ്ഷണൽ മൂവ്മെൻറ്റിന് ഞങ്ങൾ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് വിശാലമായിട്ട് പോയാൽ ഇത് നമ്മുടെ ഒരു സെൻസറി റൂമാണ്. പലതരത്തിലുള്ള സെൻസേഷൻസ് കുഞ്ഞുങ്ങൾ അറിയാനും ആ സെൻസേഷൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും ഇത്തരത്തിലെ റൂമുകൾ ഡിസൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹൈലി ഇൻ്റർനാഷണൽ ക്വാളിഫിക്കേഷനിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന റൂമുകൾ അല്ലെങ്കിൽ സ്പേസുകൾ, ഇടങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സഹായകരമാവും. ഇതേപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് ഇത്തരം സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ എക്സ്റ്റെൻഡഡ് വേർഷനായിട്ട്, ഒക്യുപ്പേഷണൽ തെറാപ്പിയുടെ എക്സ്റ്റെൻഡഡ് വേർഷനായിട്ടുള്ള കൺസൾട്ടേഷൻ റൂമും അതുപോലെ തന്നെയുള്ള ആക്ടിവിറ്റി ഏരിയയുമാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഒക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി പോലെയുള്ള തെറാപ്പികളുടെ ഒരു പ്രാധാന്യം പറയാൻ ആഗ്രഹിക്കുന്നതിനോടൊപ്പം ഈ സ്പേസ്, സമത്വ എന്ന് പറയുന്ന ഈ ഇടം ഒരു സേഫർ പ്ലേസാണ്. ഇവിടെ ആളുകൾക്ക് അവരുടെ മനസ്സ് തുറക്കാനും, കുഞ്ഞുങ്ങളെപ്പറ്റി ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ മനസ്സ് തുറന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും, എന്താണ് ആ റോഡ് മാപ്പ് എന്ന് പറഞ്ഞു കൊടുത്ത് ആ തെറാപ്പിയിലൂടെ മാതാപിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള വീക്ക്ലി, മന്ത്ലി റിപ്പോർട്ടുകൾ കൊടുത്ത് അതിനെ ഒരു
കോ വർക്കിംഗ് സ്പേസ് ആയിട്ട് മാതാപിതാക്കളും തെറാപ്പിസ്റ്റും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു പ്രോസസ്സാക്കി മാറ്റാൻ സമത്വം എന്ന് പറയുന്ന ഈ ഇടം ശ്രമിക്കുന്നുണ്ട്. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. ആ അറിവ്, ആ ഇടത്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം. സമത്വത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ഒരുപക്ഷെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. സമത്വ ഒരു മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തിന്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ വളർച്ചയ്ക്ക്, ADHD, ഓട്ടിസം, സെർബൽ പാരസി പോലെയുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങൾക്കും മറ്റ് ഇൻഡിവിജ്വൽസിന്, ഫാമിലീസിന്, കപ്പിൾസിന് എത്താവുന്ന, ഉപയോഗിക്കാവുന്ന ഒരിടമാണ്. നേരിട്ട് വരാനാണ് ഞങ്ങൾ കൂടുതലും പറയാറ്. പക്ഷേ വെർച്വലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്ന ഗ്ലോബൽ റിസോഴ്സസ് ഇവിടെ ഉണ്ട്. സമത്വ നിങ്ങളുടെയും ഇടമാണ്.